ഓൺലൈൻ ചൂതാട്ടത്തിന് കടിഞ്ഞാണിടാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഓൺലൈൻ ചൂതാട്ടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ചൂതാട്ടങ്ങൾക്ക് അടിമപ്പെട്ട് നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിലൂടെ 18 വയസ്സിന് താഴെയുള്ളവർ പണം വെച്ച് ഓൺലൈൻ ഗെയിം കളിക്കുന്നതിന് പൂർണ്ണമായും കടിഞ്ഞാണിടാനാണ് സർക്കാരിന്റെ നീക്കം. കൂടാതെ ഇനി സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ നൽകിയാൽ മാത്രമേ സംസ്ഥാനത്ത് ഓൺലൈൻ ഗെയിം കളിക്കാൻ സാധിക്കുകയുള്ളൂ. 18 വയസ്സിന് താഴെയുള്ളവരുടെ അക്കൗണ്ട് ഇടപാടുകളുടെ OTP രക്ഷിതാവിന്റെ ഫോണിലാണ് ലഭിക്കുക. മാത്രവുമല്ല, ഇത്തരം അക്കൗണ്ടുകളിലെ ഇടപാടിന് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ അറിയാതെ അവരുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഗെയിം കളിച്ചാലും ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ ഫോണിലേക്കാണ് OTP വരികയെന്നതിനാൽ രക്ഷിതാക്കൾക്ക് വിവരം ലഭിക്കും. രക്ഷിതാക്കളുടെ ശ്രദ്ധയും നിയന്ത്രണവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഓൺലൈനിൽ പണം വെച്ച് കളിക്കുന്നവരുടെ കാര്യക്ഷമത ഓരോ ദിവസവും പരിശോധിക്കണമെന്നും സർക്കാർ ഓൺലൈൻ ഗെയിം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണം വെച്ച് കളിക്കുന്നവർക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴും പണം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൂതാട്ടങ്ങൾ വ്യക്തികളെ കടക്കണിയിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും നയിക്കുന്നുവെന്നും ഇത് ആത്മഹത്യയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നുവെന്നും സർക്കാർ വിലയിരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2021 പാസാക്കിയ IT ആക്ടിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് സർക്കാർ ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓൺലൈൻ കളികൾക്ക് അടിമപ്പെട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് ജീവനൊടുക്കുന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഓൺലൈൻ ഗെയിമുകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഈ നിയന്ത്രണങ്ങൾ ഓൺലൈൻ ചൂതാട്ടങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും ഇരകളെ സംരക്ഷിക്കുന്നതിനും മുൻതൂക്കം നൽകുന്നുണ്ട്.